ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവിൻ്റെ മാതൃകാ ജീവിതത്തിൽ, അതായത് കർത്താവിൻ്റെ മാതൃകാ ജീവിതത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നത് ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ് എന്നതിന് സംശയമില്ല. നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ, നാം സ്വീകരിക്കുന്ന ജീവിതശൈലി ശരിയാണെങ്കിൽ, നാം നല്ലൊരു വിശ്വാസിയാണെങ്കിൽ, നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ പാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ മാതൃകയിൽ ജീവിക്കുവാൻ സാധിക്കും. തിരുവചനം എന്താണ് സാക്ഷിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. യേശു 12-ാം വയസ്സിൽ ഉപദേശിച്ചു തുടങ്ങിയതായി നാം വേദപുസ്തകത്തിൽ കാണുന്നു. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയസ്തോടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 46-47 നോക്കുമ്പോൾ അതിൽ നാം കാണുന്നത്, മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടക്കാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർ എല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. കാരണം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? യേശുവിൻ്റെ മാതാപിതാക്കൾ അവനെ യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുചെന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല മാതൃക കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജനിച്ചതിന് ശേഷം നമ്മുടെ മടിയിലേക്ക് എടുത്തു വെച്ച് തരുന്ന ആ കുഞ്ഞിനെ അന്നു മുതൽ വചനം കേൾപ്പിക്കുകയും അതിന് പ്രകാരം അവനെ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ആ കുഞ്ഞ് എപ്പോഴും ദൈവ പൈതലായി മുമ്പോട്ട് വളരുകയും അവൻ ഒരു യൗവനയുക്തൻ ആയതിനു ശേഷം അവൾ ഒരു യുവതിയായതിനു ശേഷം നമ്മളെ ആരെയും വിഷമിപ്പിക്കാതെ നമ്മൾ പറയുന്ന രീതിയിൽ, ദൈവത്തിന് ഹിതമാകുന്ന രീതിയിൽ അവൾ പ്രവർത്തിക്കും എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ യെരൂശലേം ദേവാലയത്തിൽ തൻ്റെ 12-ാമത്തെ വയസ്സിൽ കാണിച്ച ആ ഉദാഹരണം. അങ്ങനെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടതായ കാര്യം, ആദ്യം മാതാപിതാക്കൾ തന്നെത്താൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളൊരു മാതൃക ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃക ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയും ഉണ്ടായിരിക്കണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്, നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള ആ പ്രവൃത്തി നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതൊക്കെയും കണ്ടുകൊണ്ടാണ് മുമ്പോട്ട് ജീവിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുവെങ്കിൽ, അതിന് തക്ക ജ്ഞാനം അവർക്ക് കൊടുക്കുന്നുവെങ്കിൽ നാം ആ കുഞ്ഞുങ്ങളെ അതേ രീതിയിൽ മുമ്പോട്ട് ജീവിപ്പിക്കുവാൻ സാധിക്കും. നോർത്ത് ഇന്ത്യയിലുള്ളവർ പറയുന്ന കുടുംബങ്ങൾ പറയുന്ന കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: പരിവരീഷ് അച്ഛാ ഹേ തോ ബച്ചാ കവി ബിഗഡേഗാ നഹി. അതായത് നല്ല ഒരു ജീവിത അന്തരീക്ഷം അവർക്കുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ഒരിക്കലും തെറ്റിപ്പോവുകയില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നോർത്തേൺ സൈഡിൽ ഞാൻ കണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാത്ത സെൻസില്ലാത്ത ഒരു കാര്യവും സംസാരിക്കത്തില്ല. മറ്റുള്ളവരെ കുറിച്ചൊരു കുറ്റം ചുമത്തി അവർ സംസാരിക്കത്തില്ല. അങ്ങനെ ഉള്ള ഒരു ജീവിതം ആ കുഞ്ഞുങ്ങൾ കണ്ടു കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായി ഒരു കാര്യം മനസ്സിലാവും: നോളജ് ഈസ് പവർ. അതായത് അധികാരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഈ തത്വസഹിത ശരിയാകണമെങ്കിൽ ജ്ഞാനം കൂടിയേ തീരൂ. അതിനായി നാം നമ്മുടെ തലമുറയെ ഒരുക്കുന്നുവോ? വെറുതെ സ്കൂളിൽ അയച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അവരോട് നമ്മൾ ചോദിക്കാറുണ്ടോ, എൻ്റെയർ ദി ഡേ വാട്ട് യു ഹാവ് ഡൺ ദെയർ എന്ന് ചോദിക്കാറുണ്ടോ? എന്നെ ചേർത്തിരുത്തി, ആ കുഞ്ഞ് മോളെ ചേർത്തിരുത്തി അവളോട് ആ സ്കൂളിൽ നടന്നതായ സംഭവങ്ങളൊക്കെയും ചോദിച്ചറിയുന്നുവെങ്കിൽ അവൾക്കും അവന് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളെ വഴക്ക് പറയാൻ മാത്രമാണ്
നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉപയോഗിച്ചതായ ആ ലാവണ്യ വാക്കുകൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പറയുവാൻ സാധിക്കുന്നുണ്ടോ? വാക്കുകൾ ലാവണ്യമുള്ളതായിരിക്കണമെന്ന് വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതുപോലെ ലാവണ്യമുള്ള വാക്കുകൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പറയുവാൻ സാധിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമുക്ക് ഒരു മെൻറ്റോറായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഒരിക്കലും തെറ്റിൻ്റെ പാതയിലേക്ക് പോവുകയില്ല എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകും. അങ്ങനെ ഉള്ള ഒരു ജീവിതം നമ്മൾ കാണിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ സ്വപ്നത്തിനനുസരിച്ച്, അവൻ്റെ ബുദ്ധി അനുസരിച്ച്, അവൻ്റെ ഇൻട്രസ്റ്റും കൂടെ മനസ്സിലാക്കി, അവളുടെ ഇൻട്രസ്റ്റും കൂടെ മനസ്സിലാക്കി അവരെ ആ രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നുവെങ്കിൽ അവർ ഒരു ദൈവവൈതലായി മുമ്പോട്ട് മാറുകയും ആ കുടുംബത്തിൻ്റെ എല്ലാവിധ സ്റ്റാറ്റസും അവർ മാറ്റിയെടുത്തുകൊണ്ട് അവർ നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതായ ആ കാര്യം അവർ അനർത്ഥമാക്കി തരും. അതായത് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്നത് എന്താണ്? ആത്മീയമായി വളർന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ളത്. ഈ ലോകം സഫലമാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയാകത്തക്കവണ്ണം ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ദൈനംദിന ജീവിതത്തിന് പൈസയുടെ ആവശ്യമുണ്ട്. പൈസ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ജോലി നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ അവൻ വിശ്വാസം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന് ആ കുഞ്ഞിന് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായെങ്കിൽ മാത്രമേ അവൻ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കത്തുള്ളൂ. അതിനായി മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ബാലൻ അഭ്യസിക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അത് മറക്കയില്ല എന്നുള്ള ആ തത്വസമുഖ്യത മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു കുഞ്ഞിനെ വളർത്തുവാൻ സ്റ്റാർട്ട് ചെയ്യാവൂ. അങ്ങനെ ചെയ്യുന്ന കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോവുകയില്ല. പിന്നീട് അവർക്ക് ദുഃഖിക്കേണ്ടതായി വരില്ല. അതുകൊണ്ട് ചൊല്ലും ചോറും കൂടി കൊടുത്തു വേണം നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.